നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്കാരത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള സംവാദം ശ്രേഷ്ഠകരമെന്ന് ഗവർണർ RV ആർലേക്കർ. കടവല്ലൂർ അന്യോന്യം ഗവർണർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണം തുടരുന്നു. മുന്നണികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക്. സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും തർക്കമുള്ളയിടത്ത് പ്രഖ്യാപനം വൈകുന്നു. ചൂണ്ടൽ, കണ്ടാണശ്ശേരി, കടങ്ങോട് പഞ്ചായത്തുകളിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കുന്നംകുളം നഗരസഭയിലെ ഇടത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം തിങ്കളാഴ്ച. ഗുരുവാനപുരിയെ സംഗീത സാന്ദ്രമാക്കി 15 ദിവസം നീണ്ടുനിൽക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശീല ഉയർന്നു. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിശദമായ വാർത്തയിലേക്ക്. സംസ്കാരത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള സംവാദം ശ്രേഷ്ഠകരമെന്ന് ഗവർണർ RV ആർലേക്കർ. കടവല്ലൂർ അന്യോന്യം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. 1000 വർഷങ്ങളായി ഭൂമിയെയും ലോകത്തെയുമെല്ലാം ജ്ഞാനത്തോടെ സമ്പുഷ്ടമാക്കിയതാണ് വേദങ്ങളും അവയെക്കുറിച്ചുള്ള സംഭാഷണവും. 4 അറിയപ്പെടുന്ന ഈ വേദങ്ങൾ ശുദ്ധമായ ഉച്ചാരണം കൊണ്ടും വിദ്യാർത്ഥികളുടെ മനഃപ്പാഠം കൊണ്ടും ഗുരുശിഷ്യ പരമ്പര മുഖേനയും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ശ്ലാഘനീയമാണ്. നമ്മുടെ വേദ പാരമ്പര്യത്തിന്റെ തത്വങ്ങളും ആത്മീയതയും ഇങ്ങനെ തലമുറയിലേക്ക് പകർന്നു നൽകിയിരിക്കുന്നു. യുനെസ്കോ നമ്മുടെ വേദപാരായണങ്ങളെ മനുഷ്യകുലത്തിന്റെ അമൂർത്ത സംസ്കാര പൈതൃകമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വവും വേദപാരായണത്തിന്റെ ശ്രേഷ്ഠതയും തെളിയിക്കുന്നു, ഗവർണർ പറഞ്ഞു. ഈ അന്താരാഷ്ട്ര അംഗീകാരം വേദത്തിന്റെ അക്ഷരങ്ങൾ മാത്രമല്ല, അതിന്റെ ആത്മാവും ലോകത്താകമാനം പ്രചരിപ്പിക്കാൻ സഹായിച്ചുവെന്നും അതുകൊണ്ട് ഈ മഹത്തായ പാരമ്പര്യത്തെ സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനും ഏവരും ശ്രദ്ധിക്കണമെന്നും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കൂട്ടിച്ചേർത്തു. The very function, the theme of this function is Anyonyam, that is the dialogue on various issues and aspects of our culture, particularly the Veda, which have been here for centuries and millions of years, propagating knowledge not only to this land but for the world. Kerala has always given and guided the rest of our country in this particular heritage. The culture, the history, the parampara which we have in Kerala is a renowned one and unique one. I hope the same culture which we have been propagating and following will be followed throughout our country, and our Kerala will be having a guiding position in the field for next coming centuries. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് വേദജ്ഞരുടെ പ്രാർത്ഥനയോടെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ KP അജയൻ, KK സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. അന്യോന്യ പരിഷത്ത് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ ചടങ്ങിന് സ്വാഗതവും സെക്രട്ടറി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് രാജേഷ് ചേർത്തലയും സംഘവും അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ വിസ്മയവും ഉണ്ടായിരുന്നു. തിരുനവായ യോഗത്തിലെയും തൃശ്ശൂർപേരൂർ യോഗത്തിലെയും വേദപണ്ഡിതർ തമ്മിൽ നടക്കുന്ന ഋഗ്വേദ വേദ പരീക്ഷയായ കടവല്ലൂർ അന്യോന്യത്തിന് തിരിതെളിഞ്ഞതോടെ വൃശ്ചികം 1 മുതൽ ഇനി 10 ദിവസം കടവല്ലൂർ ദേശം വേദമന്ത്രധ്വനികളാൽ മുഖരിതമാകും. ഗുരുവാനപുരിയെ സംഗീത സാന്ദ്രമാക്കി 15 ദിവസം നീണ്ടുനിൽക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശീല ഉയർന്നു. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയ്ക്കായി ദേവസ്വം ഏർപ്പെടുത്തിയ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞ പ്രൊഫസർ പാൽക്കുളങ്ങര K. അംബികാദേവിക്ക് സമർപ്പിച്ചു. തുടർന്ന് പുരസ്കാര സ്വീകർത്താവിന്റെ സംഗീത കച്ചേരി അരങ്ങേറി. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് ശ്രീലകത്തു നിന്നും പകർന്നെത്തിക്കുന്ന അഗ്നി തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് സംഗീത മണ്ഡപത്തിൽ തെളിയിക്കുന്നതോടെ സംഗീതാർച്ചന ആരംഭിക്കും. ക്ഷേത്രം നാഗസുര തവിൽ അടിയന്തരക്കാരുടെ മംഗളവാദ്യ സമർപ്പണത്തോടെ സംഗീതാർച്ചനയ്ക്ക് തുടക്കമാകും.
ദിവസവും പുലർച്ചെ ആരംഭിക്കുന്ന സംഗീതാർച്ചന അർദ്ധരാത്രി വരെ നീളും. തുടക്കക്കാരും പ്രഗത്ഭരും അടക്കം 3000-ഓളം പേർ സംഗീതാർച്ചന നടത്തും. ഏകാദശി ദിവസമായ ഡിസംബർ 1-ന് അർദ്ധരാത്രിയോടെ സംഗീതോത്സവത്തിന് സമാപനമാകും. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ തമ്പുരു ഗുരുവായൂരിലെത്തി. ഇനിയുള്ള 15 ദിനരാത്രങ്ങൾ ഗുരുഭവനപുരി സംഗീത സാന്ദ്രമാകും. ചെമ്പൈ സ്വാമികൾ ഉപയോഗിച്ചിരുന്ന തമ്പുരു വിളംബര ഘോഷയാത്രയായി അലങ്കരിച്ച വാഹനത്തിലാണ് ഗുരുവായൂരിലെത്തിച്ചത്. പാലക്കാട് കോട്ടായിലെ ചെമ്പൈയുടെ ഭവനത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് കിഴക്കേനടയിലെ സത്രം ഗേറ്റിലെത്തിയത്. ചെമ്പൈയുടെ കുടുംബാംഗം ചെമ്പൈ സുരേഷിൽ നിന്നും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാർ എന്നിവർ ചേർന്ന് തമ്പുരു ഏറ്റുവാങ്ങി. തുടർന്ന് നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്രയെ ആനയിച്ച് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ സംഗീത മണ്ഡപത്തിലെത്തിച്ചു. ഇനി ചെമ്പൈ സംഗീതോത്സവം കഴിയുന്നതുവരെ തമ്പുരു സംഗീത മണ്ഡപത്തിൽ ആകർഷണീയത ചൊരിയും. ഗുരുവായൂർ ദേവസ്വം നേതൃത്വത്തിൽ കൃഷ്ണഗീതി ദിനം ആഘോഷിച്ചു. ശ്രീ മാനവേദൻ രാജ കൃഷ്ണഗീതി രചിച്ച് ഗുരുവായൂരപ്പന് സമർപ്പിച്ച തുലാം 30-നാണ് കൃഷ്ണഗീതി ദിനമായി ആചരിക്കുന്നത്. ആചരണത്തിന്റെ ഭാഗമായി രാവിലെ മാനവേദ സമാധിയിൽ പ്രഭാതബേരി, ക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ കൃഷ്ണഗീതി പാരായണം, വൈകിട്ട് മാനവേദ സമാധിയിൽ പുഷ്പാർച്ചന, തുടർന്ന് സാംസ്കാരിക ഘോഷയാത്ര എന്നിവയുണ്ടായിരുന്നു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. ശ്രീ മാനവേദ സുവർണമുദ്ര കൃഷ്ണനാട്ടം ഇടയ്ക്ക വിഭാഗം കലാകാരൻ വി എം സുധാകരനും, വാസു നെടുങ്ങാടി എൻഡോമെന്റ് സുവർണമുദ്ര കൃഷ്ണനാട്ടം വേഷം കലാകാരൻ കെ എം മനീഷിനും സമ്മാനിച്ചു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. കൃഷ്ണനാട്ടം അരങ്ങുകളിയിലെ പ്രോത്സാഹനത്തിനുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. തുടർന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ കൃഷ്ണനാട്ടം തെരഞ്ഞെടുത്ത രംഗങ്ങളുടെ അവതരണവുമുണ്ടായി. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ കനറ ബാങ്ക് ജീവനക്കാരുടെ വിളക്ക് ആഘോഷിച്ചു. ഉച്ചതിരിഞ്ഞ് നടന്ന കാഴ്ചശീവേലിക്ക് പല്ലാവൂർ ശ്രീധരൻ മാറാർ നയിച്ച പഞ്ചവാദ്യം അകമ്പടിയായി. കൊമ്പൻ ഇന്ദ്രസൻ കോലമേറ്റി, ശ്രീധരൻ, രവികൃഷ്ണൻ എന്നീ ആനകൾ ഇടം വലം അണിനിരന്നു. സന്ധ്യയ്ക്ക് ഗുരുവായൂർ മുരളിയും സംഘവും അവതരിപ്പിച്ച നാഗസ്വരം, ഭഗവതിക്കെട്ടിൽ ഡബിൾ തായമ്പക എന്നിവയുമുണ്ടായി. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് വിശേഷാൽ നാഗസ്വര ഇടയ്ക്ക പ്രദക്ഷിണം, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ ബാങ്ക് ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറി. വിളക്കാഘോഷത്തിന്റെ 17-ാം ദിവസമായ നാളെ പൽപ്പു ഹേമമാലിനി വക വിളക്കാഘോഷിക്കും. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം, കൗസ്തുഭം റെസ്റ്റ് ഹൌസുകളിൽ മുറികൾ ബുക്ക് ചെയ്ത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഭക്തരിൽ നിന്നും പണം തട്ടിയെടുക്കാൻ വ്യാജ വെബ്സൈറ്റുകൾ പ്രവർത്തിക്കുന്നതായി പരാതി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാറാണ് ഇത് സംബന്ധിച്ച് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ടെമ്പിൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ഭക്തർ ജാഗ്രത പുലർത്തണമെന്ന് ദേവസ്വം അറിയിച്ചു. സ്ഥാനാർത്ഥി നിർണയം അതിവേഗം. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കളം പിടിച്ച കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ. ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിലെയും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കണ്ടാണശ്ശേരി മറ്റം ഡിവിഷനുകളിലെയും സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ 17 വാർഡുകളിലേക്കായി CPIM 15, ഇടതു സ്വതന്ത്ര 1, NCP 1 എന്നീ നിലയിലാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. മറ്റം കരിഷ്മ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് കൺവെൻഷൻ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി അംഗം ഷാരി ശിവൻ അധ്യക്ഷയായി. NCPS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M ബാലാജി, TV ഹരിദാസൻ, ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C അംബികേശൻ, PA മുസ്തഫ, ലോക്കൽ സെക്രട്ടറിമാരായ KS ദിലീപ്, MV സന്തോഷ് എന്നിവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നിലവിലെ ഭരണസമിതിയിൽ നിന്നുള്ള ഒരാളും മുൻ ഭരണസമിതികളിലെ 3 പേരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 5-ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റെനീഷാണ് നിലവിലെ ഭരണസമിതിയിൽ നിന്നും ഇടം പിടിച്ച ഏക സ്ഥാനാർത്ഥി.
വിവിധ കാലയളവിലെ ഭരണസമിതികളിൽ അംഗങ്ങളായിരുന്ന വി തിലകൻ, VK ദാസൻ, സുൽഫത്ത് ബക്കർ എന്നിവരും പട്ടികയിൽ ഇടം നേടി. 1-ാം വാർഡിൽ MP സജീബ്, 2-ാം വാർഡിൽ സൗമ്യ നിതീഷ്, 3-ാം വാർഡിൽ സുൽഫത്ത് ബക്കർ, 4-ാം വാർഡിൽ സൗമ്യ ധനൻ, 5-ാം വാർഡിൽ നിവ്യ റെനീഷ്, 6-ാം വാർഡിൽ സാഫിറ അസീസ്, 7-ാം വാർഡിൽ വിനു ജോൺസൺ, 8-ാം വാർഡിൽ ഗംഗാധരൻ മാസ്റ്റർ, 9-ാം വാർഡിൽ ഷീന ടീച്ചർ, 11-ാം വാർഡിൽ ഇടതു സ്വതന്ത്ര ലൂസി ടീച്ചർ, 12-ാം വാർഡിൽ വിസി മനോജ്, 13-ാം വാർഡിൽ സുധീബ, 14-ൽ സുനിത ഉണ്ണിമോൻ, 15-ൽ VV തിലകൻ, 16-ൽ VK ദാസൻ, 17-ൽ KT മനോജ് എന്നിവരുടെ പേരുകളാണ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. 10-ാം വാർഡ് മുന്നണിയിലെ ധാരണപ്രകാരം NCPക്കാണ്. ഇവിടെ സ്ഥാനാർത്ഥിയെ പിന്നീട് തീരുമാനിക്കും. ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ CPIയിലെ രാകേഷ് കണിയാമ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് കണ്ടാണശ്ശേരി ഡിവിഷനിൽ CPIMലെ PP പ്രജിതയും മറ്റം ഡിവിഷനിൽ CPI പ്രതിനിധി ശിവൻ വാഗയും മത്സരിക്കും. കൺവെൻഷനിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ നേതാക്കൾ ഹാരമണിയിച്ച് സ്വീകരിച്ചു. 16 അംഗങ്ങളുണ്ടായിരുന്ന കഴിഞ്ഞ ഭരണസമിതിയിൽ CPIMന് 11 അംഗങ്ങളും കോൺഗ്രസിന് 5 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 10 വർഷമായി കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ഇടതുമുന്നണിയാണ് ഭരണം നടത്തുന്നത്. കടങ്ങോട് പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ പ്രഖ്യാപനം നടത്തി. AC മൊയ്തീൻ MLA സ്ഥാനാർത്ഥികളെ ഷാൾ അണിയിച്ചു. കടങ്ങോട് പഞ്ചായത്തിൽ 21 വാർഡുകളാണുള്ളത്. 20 വാർഡുകളിലേക്കാണ് ഇന്ന് പ്രഖ്യാപനം നടത്തിയത്. വാർഡ് 1 ചിറമനങ്ങാട് ഷീജമണി, വാർഡ് 2 പരപ്പ് നെല്ലിക്കുന്ന് സുജാത മനോഹരൻ, വാർഡ് 3 കടങ്ങോട് പാറപ്പുറം UV ഗിരീഷ്, വാർഡ് 4 കടങ്ങോട് മില്ല് സരിത ബാബു, വാർഡ് 5 മണ്ടംപറമ്പ് അനില ജോസഫ്, വാർഡ് 6 കടങ്ങോട് കിഴക്കുമുറി PB വിഷ്ണു, വാർഡ് 7 കടങ്ങോട് തെക്കുമുറി സിന്ധു ദിനേശൻ, വാർഡ് 8 പാഴ്യൂട്ടുമുറി നിഷ സുധൻ, വാർഡ് 9 വെള്ളറക്കാട് CP ആലിക്കുട്ടി, വാർഡ് 10 പേങ്ങാട്ടുപാറ CM അഷ്റഫ്, വാർഡ് 11 വെള്ളത്തേരി ശിവദാമിനി, വാർഡ് 12 ആദൂർ ഭാവന മനോജ്, വാർഡ് 13 വെള്ളറക്കാട് ആദൂർ രമണി രാജൻ, വാർഡ് 14 എയ്യാൽ പാറപ്പുറം ഗീതാരാജൻ, വാർഡ് 15 എയ്യാൽ അമ്പലം PA ഉണ്ണികൃഷ്ണൻ, വാർഡ് 16 ചിറ്റിലങ്ങാട് മിനി അനിൽകുമാർ, വാർഡ് 17 നീണ്ടൂർ അഡ്വക്കേറ്റ് KM നൌഷാദ്, വാർഡ് 18 പുതിയമാത്തൂർ V ശങ്കരനാരായണൻ, വാർഡ് 19 മരത്തങ്കോട് KK അബ്ദുൾ റഹീം, വാർഡ് 20 പന്നിത്തടം പ്രഖ്യാപിച്ചിട്ടില്ല. വാർഡ് 21 കിടങ്ങൂർ AKG നഗർ സുഗിജ സുമേഷ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷനിലേക്ക് കടങ്ങോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മീന സാജൻ, ചൂണ്ടൽ ഡിവിഷനിലേക്ക് പത്മിനി ടീച്ചറെയും പ്രഖ്യാപിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്ന രമണി രാജൻ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഗിജ സുമേഷ്, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KM നൌഷാദ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി UV ഗിരീഷ് എന്നിവരാണ് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവരിൽ പ്രമുഖർ. കോൺഗ്രസ് എരുമപ്പെട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നെല്ലുവായിൽ പ്രവർത്തനം ആരംഭിച്ചു. KPCC സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, നേതാക്കളായ MK ജോസ്, PS സുനീഷ്, TK ദേവസി, അജു നെല്ലുവായ്, സുധീഷ് പറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി റീന വർഗീസ് എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി. പഞ്ചായത്തിലെ 20 വാർഡുകളിലേക്കായി CPIM 17, CPI 2, കേരള കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ആസന്നമായ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയിലേക്ക് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ MB പ്രവീണാണ് പ്രഖ്യാപിച്ചത്. നിലവിലെ ഭരണസമിതിയിൽ നിന്നുള്ള ഒരാളും മുൻ ഭരണസമിതിയിലെ 3 പേരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു. കേരള കോൺഗ്രസിലെ ജുലറ്റ് ബിനുവാണ് നിലവിലെ ഭരണസമിതിയിൽ നിന്നും പട്ടികയിൽ ഇടം പിടിച്ചയാൾ. ഷീബ ജയപ്രകാശ്, ശൈലജ പുഷ്പാകരൻ, MK ആന്റണി എന്നിവർ കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗങ്ങളായിരുന്നു. 1-ാം വാർഡിൽ ഷീബ ശിവരാമൻ, 2-ാം വാർഡിൽ KA രമേശ്, 3-ാം വാർഡിൽ ജുലറ്റ് ബിനു, 4-ാം വാർഡിൽ ഷീബ ജയപ്രകാശ്, 5-ാം വാർഡിൽ CA ലിജു, 6-ാം വാർഡിൽ ഡോക്ടർ സലീമ ബീവി, 7-ാം വാർഡിൽ സബീന റൌഫ്, 8-ാം വാർഡിൽ TK ഹക്കീം, 9-ാം വാർഡിൽ VK ഹരിദാസൻ, 10-ാം വാർഡിൽ CJ ലിയോൺസ്, 11-ാം വാർഡിൽ PS സഹല, 12-ാം വാർഡിൽ സിനി പ്രസാദ്, 13-ാം വാർഡിൽ ഭവ്യ നിഖിൽ, 14-ൽ ഷീല സുരേഷ്, 15-ൽ സച്ചിൻ പ്രകാശ്, 16-ൽ PM ഉമ്മർ, 17-ൽ മിനി രാജേഷ്, 18-ൽ ശൈലജ പുഷ്പാകരൻ,
19 MK ആന്റണി, 20 ജിഷ സുനിൽകുമാർ എന്നിവരുടെ പേരുകളാണ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. CPI മണലൂർ മണ്ഡലം നിർവാഹക സമിതി അംഗം CJ ജിജു മാസ്റ്റർ, NCPS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, കേരള കോൺഗ്രസ് എം സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, CPIM നേതാക്കളായ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, PB അനൂപ്, KA സൈഫുദ്ദീൻ, TA ഫൈസൽ, M പീതാംബരൻ, TP റാഫേൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KS കരീം, മുതിർന്ന നേതാവ് KP വിശ്വനാഥൻ, ജനതാദൾ S നേതാവ് സുഹൈൽ തുടങ്ങിയവർ സ്ഥാനാർത്ഥികളെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. 18 അംഗങ്ങളുണ്ടായിരുന്ന കഴിഞ്ഞ ഭരണസമിതിയിൽ ഇടതുപക്ഷത്തിന് 14 അംഗങ്ങളും UDFന് 4 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 10 വർഷമായി ചൂണ്ടൽ പഞ്ചായത്തിൽ ഇടതുമുന്നണിയാണ് ഭരണസാരഥ്യം വഹിക്കുന്നത്. ഡിവൈഎഫ്ഐ അയിനിപ്പുളി യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് മുനീർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ ഷാൾ അണിയിച്ചു സ്വീകരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് മണത്തല, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈല നാസർ, സേവാദൾ സംസ്ഥാന സെക്രട്ടറി അനിത ശിവൻ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ സലാം, CP കൃഷ്ണൻ മാസ്റ്റർ, മിഥുൻ പറപ്പിൽത്താഴം, രാജൻ പനക്കൽ, ഇസഹാഖ് മണത്തല, മുസ്തഫ എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തയിലേക്ക്. കുന്നംകുളത്ത് നഗരമധ്യത്തിൽ കാർ തലകീഴായി മറിഞ്ഞ് അപകടം. കാർ ഓടിച്ചിരുന്ന യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുന്നംകുളം ഒനീറോ ജംഗ്ഷന് സമീപത്ത് ഞായറാഴ്ച വൈകിട്ട് 6:30യോടെയാണ് സംഭവം. തൃശൂർ ദിശയിൽ നിന്നും വന്ന കാർ വൺവേ തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട് തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ യുവാവ് പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. പഴഞ്ഞി അയനൂർ സ്വദേശിയായ യുവാവാണ് കാറിൽ ഉണ്ടായിരുന്നത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മാതാവിന്റെ അടുത്തു നിന്നും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇയാൾ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആശുപത്രിയിലായിരുന്നതിനാൽ ഉറക്കക്ഷീണമുണ്ടായിരുന്നു. ഇയാൾ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഗതാഗതം നിയന്ത്രിച്ച ശേഷം ക്രെയിൻ ഉപയോഗിച്ച് മറിഞ്ഞ ഹുണ്ടായ് ഇയോൺ കാർ സ്ഥലത്തു നിന്നും നീക്കി. വാഹനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഭൗതികശാസ്ത്ര വിഭാഗം മേധാവിയായിരിക്കെ മരണപ്പെട്ട ഡോക്ടർ K ഗീതയുടെ സ്മരണാർത്ഥം ശ്രീകൃഷ്ണ കോളേജ് ഭൗതികശാസ്ത്ര വിഭാഗം സയൻസ് എക്സ്പോ സംഘടിപ്പിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. കോളേജിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച ശാസ്ത്ര വിദ്യാർത്ഥിക്ക് ഡോക്ടർ K ഗീതയുടെ പേരിലുള്ള പുരസ്കാരവും പ്രശസ്തി പത്രവും സമ്മാനിക്കും. തുടർന്ന് ഗ്രാവിറ്റി മുതൽ ക്വാണ്ടം വരെ എന്ന വിഷയത്തിൽ കൊടുങ്ങല്ലൂർ സയൻസ് സെന്ററിന്റെ ഡയറക്ടർ VS ശ്രീജിത്ത് സംസാരിക്കും. ഉച്ചയ്ക്ക് ശേഷം റോബോട്ടിക് സാങ്കേതികവിദ്യയുടെയും ഇലക്ട്രിക് വാഹനങ്ങളുടെയും വർക്ക്ഷോപ്പ് നടക്കും. IES എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ ജോൺ ചെമ്പൂക്കാവ് വിഷയാവതരണം നടത്തും. വിവിധതരം റോബോട്ടുകളുടെ പ്രദർശനവും ഉണ്ടായിരിക്കും. ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സ് നടത്തി. ചൂണ്ടൽ കണ്ടംചിറ പൂലോത്ത് വിജേഷിന്റെ വസതിയിൽ നടന്ന വീട്ടുമുറ്റ സദസ്സ് വെറ്റിനറി സർവകലാശാല മുൻ ഡീനും എഴുത്തുകാരനുമായ ഡോക്ടർ CB മനോമോഹൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് MK കുഞ്ഞവറു അധ്യക്ഷനായി. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി T രാജഗോപാൽ മാസ്റ്റർ വിഷയാവതരണം നടത്തി. വായനശാല സെക്രട്ടറി മധു ചൂണ്ടൽ, വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ പൂലോത്ത്, ജോയിന്റ് സെക്രട്ടറി CJ ഫ്രാൻസിസ്, ലൈബ്രറിയൻ ഹേമലത, വിജേഷ് പൂലോത്ത്, NK സുലൈമാൻ, ജിൻസി ഷൈജു എന്നിവർ സംസാരിച്ചു. പുതുതലമുറയിലുള്ളവരെ വായനയിലേക്ക് ആകർഷിക്കുന്നതിനൊപ്പം കേരളീയ സമൂഹം ജാതി മതചിന്തകൾക്കും ദുരാചാരങ്ങൾക്കും എതിരെ നടത്തിയ നവോത്ഥാന പോരാട്ടങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതിനുമായാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വായനശാലകൾ കേന്ദ്രീകരിച്ച് വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. തൃശൂർ അതിരൂപത സീനിയർ CLC സംഘടിപ്പിക്കുന്ന കുടുംബ പ്രതിഷ്ഠാ പ്രയാണത്തിന് മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ സ്വീകരണം നൽകി. സീനിയർ CLC സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നൽകിയ സ്വീകരണത്തിന് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ എന്നിവർ നേതൃത്വം നൽകി. മറ്റം യൂണിറ്റ് ഭാരവാഹികളായ PT സേവി, EJ ജോബി, CD ഷിൻഡോ, അതിരൂപത ഭാരവാഹികളായ ഡാനി ചിറമൽ, മുണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് TJ ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. മറ്റം ഇടവകയിലെ ജൂനിയർ യൂത്ത് CLC അംഗങ്ങൾ പ്രയാണത്തിന്റെ ഭാഗമായി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവദിച്ച തിരുകുടുംബ പ്രതിഷ്ഠാ പ്രയാണം അതിരൂപതയിലെ 50ഓളം ഇടവകകളിൽ പ്രയാണം നടത്തും. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം സംസ്കൃത നാടകത്തിൽ 1ാം സ്ഥാനം നേടി വേലൂർ ഗവൺമെന്റ് RSRV HSS. മഹാഭാരത കഥ ഇതിവൃത്തമായ
ഭാസ വിരചിതമായ മധ്യമ വ്യായോഗം എന്ന നാടകമാണ് വേലൂർ സംഘം അവതരിപ്പിച്ചത്. പഞ്ചപാണ്ഡവന്മാരിൽ മധ്യമനായ ഭീമന്റെയും ഹിഡുംബിയുടെയും ഘടോത്കജന്റെയും പുനഃസമാഗമമാണ് ഇതിവൃത്തം. അനാമിക പി സുനിൽ, ജിഷാൻ ഷൈജു, സായുജ് RS, കൈലാസ്, ശിവന്യ, ആര്യനന്ദ VS, എവിൻ ആന്റോ, ആദിത്യൻ, സഞ്ജയ്, അലൻ MB എന്നീ വിദ്യാർത്ഥികളടങ്ങുന്ന സംഘമാണ് നാടകം അവതരിപ്പിച്ചത്. ഗുരുകുലോത്തമ വിച്ഛിന്ന വിരഹദാപ്തേ അഹം അഭിവാദേ തരുതംബിതലധാ തൻവി തവ വിരഹേണ പുത്രമമും പരിപോഷ്യ പാലയത് വിദൃസമം ബലവാൻ ധൈര്യവാൻ ചസൗ സമഭൂത്. മികച്ച നടനായി ഘടോത്കജൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജിഷാൻ P ഷൈജുവും മികച്ച നടിയായി ഹിഡുംബി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അനാമിക P സുനിലും തെരഞ്ഞെടുക്കപ്പെട്ടു. ഒരു സർക്കാർ വിദ്യാലയത്തിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് പല സാഹചര്യങ്ങളെയും അതിജീവിച്ച് കഠിനാധ്വാനത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ ഈ വിജയം കരസ്ഥമാക്കിയത്. നാടക പരിശീലകനായ സുജിത്ത് ചന്ദ്രശേഖരനാണ് വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചത്. ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിൽ ഓവറോൾ 2ാം സ്ഥാനവും വേലൂർ ഗവൺമെന്റ് സ്കൂൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിപ്പോ 2ാം വട്ടമാണ് ഞാൻ വേലൂര് സ്കൂളിന് വേണ്ടിയിട്ട് സംസ്കൃത നാടകം ചെയ്യുന്നത്. ഇത് ഞാൻ പഠിച്ച സ്കൂളായതുകൊണ്ട് തന്നെയാണ് നമുക്ക് അവിടെ ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ളത്. കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ നടന്ന ഭൂരിഭാഗം ആളുകളും ഇത്തവണയും നമ്മുടെ ക്രൂവിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. അതിലൊരു മികച്ച നടിയും മികച്ച നടനും, കഴിഞ്ഞ വർഷവും ഇവർ തന്നെയായിരുന്നു മികച്ച നടനും മികച്ച നടിയും. നമ്മളത് പ്രതീക്ഷിച്ചിരുന്നു. നമുക്കത് കാരണം അവരുടെ പെർഫോമൻസ് അത്രയും മികച്ചതായതുകൊണ്ട് നമ്മളത് പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇവരുടെ ഒരു പെർഫോമൻസ്. അതൊരു ഗവൺമെന്റ് സ്കൂളിൽ, ഞാൻ പഠിച്ച സ്കൂളിൽ നമ്മളൊരു കുട്ടികളെ നാടകം പഠിപ്പിക്കുകയും അതിൽ നിന്ന് ഉപജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടുകയും മികച്ച നടിയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. RP മൊയ്തുട്ടി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ അങ്കണവാടി, പ്രീ സ്കൂൾ, പ്രൈമറി സ്കൂൾ കുട്ടികൾക്കായി വർഷം തോറും നടത്തിവരുന്ന റെയിൻബോ 2025-ന് എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂൾ വേദിയായി. 30ഓളം സ്കൂളുകളിൽ നിന്നായി 400ഓളം കുട്ടികൾ പങ്കെടുത്ത ചിത്രരചന, കളറിംഗ് മത്സരം പരിപാടിയെ നിറം ചാർത്തുന്നതായി മാറ്റി. തുടർന്ന് എരുമപ്പെട്ടി സ്കൈ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന സമാപന സമ്മേളനം കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിലെ ചിത്രകലാ വിഭാഗ മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ TG ജ്യോതിലാൽ ഉദ്ഘാടനം ചെയ്തു. 4 കാറ്റഗറികളിലായി കുട്ടികൾ മത്സരിച്ച പരിപാടിയിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. എല്ലാ കാറ്റഗറിയിലെയും 1ഉം 2ഉം 3ഉം സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുകളും നൽകി. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ KR അനിൽ അധ്യക്ഷനായി. മാനേജർ RP സിദ്ദിഖ്, വൈസ് പ്രിൻസിപ്പാൾ CV അമ്പിളി, PTA പ്രസിഡന്റ് സതീഷ് ബാബു, MPTA പ്രജിത സുരേഷ് എന്നിവർ സംസാരിച്ചു. യുണൈറ്റഡ് പെന്തക്കോസ്ത് സിനഡിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളത്ത് ഭാരത ക്രൈസ്തവീയം 2025 എന്ന പേരിൽ ക്രൈസ്തവ സമ്മേളനം സംഘടിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നഗരസഭയുടെ പരിസരത്ത് നിന്നും ആരംഭിച്ച സുവിശേഷ റാലി ഗുരുവായൂർ റോഡ് വഴി നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് 6 മണിയോടെ പൊതുയോഗം ആരംഭിച്ചു. പ്രശസ്ത സംഗീത സംഘമായ തിരുവനന്തപുരം ബാൻഡ് ഓഫ് പെട്ടകം നടത്തിയ മ്യൂസിക്കൽ ഫ്യൂഷൻ പ്രോഗ്രാം ശ്രദ്ധേയമായി. കേരളത്തിന്റെ തനതായ താളങ്ങളും ക്രിസ്തീയ സംഗീതവും ഒന്നിച്ചു ചേർന്ന ഈ പ്രോഗ്രാം കാണുവാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. പ്രമുഖ ചരിത്രകാരനും ജേർണലിസ്റ്റുമായ ഡോക്ടർ ബാബു കെ വർഗീസ് ആധുനിക ഭാരതത്തിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും സംസ്കാരത്തിലും ക്രൈസ്തവ മിഷണറിമാരുടെ പങ്ക് എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം യുണൈറ്റഡ് പെന്തക്കോസ്ത് സിനഡ് ദേശീയ പ്രസിഡന്റ് ബ്രദർ ഗ്ലാഡ്സൺ ജേക്കബ് നിർവഹിച്ചു. താലൂക്ക് പ്രസിഡന്റ് പാസ്റ്റർ ജെയിംസ് മേമന അധ്യക്ഷനായി. പാസ്റ്റർമാരായ സന്തോഷ് ജോൺ, ഇമ്മാനുവൽ MG, ജോൺ ജോസഫ്, ബാബു കെ വർഗീസ്, തോമസ് ചാക്കോ, ലിബിനി ചുമാർ, CI കൊച്ചുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ സമ്മേളനത്തിൽ പങ്കെടുത്ത് ക്രിസ്തീയ സാക്ഷ്യത്തെ പുനഃസ്ഥാപിക്കുന്ന സ്മരണീയ മഹാസംഗമമായി സമ്മേളനം മാറിയതായി സംഘാടകർ പറഞ്ഞു. ക്രൈസ്തവ സഭ നേരിടുന്ന പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യുവാനും ക്രിസ്തുവിന്റെ സന്ദേശങ്ങളിലൂടെ ദേശീയ ഐക്യതയിലും നവോത്ഥാനത്തിലും വളർച്ചയിലും ക്രൈസ്തവ സഭകൾ നൽകിയ സംഭാവനകളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നതാണ് യുണൈറ്റഡ് പെന്തക്കോസ്തൽ സിനഡിന്റെ ലക്ഷ്യം. പുന്നൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ അശാസ്ത്രീയമായ നവീകരണമാണ് നടത്തിയതെന്ന് ആരോപിച്ച് മേഖലയിലെ വിവിധ ക്ലബ്ബുകൾ സംയുക്തമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. കറുത്ത തുണി കൊണ്ട് വായ് മൂടിക്കെട്ടിയാണ് വിവിധ ക്ലബ് അംഗങ്ങൾ പ്രതിഷേധ സമരത്തിൽ പങ്കാളികളായത്.
കഴിഞ്ഞ മാസം 27-ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്ത ഗ്രൗണ്ടിന് കൃത്യമായ പൂർണ്ണതയില്ലെന്നും സെവൻസിന് വേണ്ടി നിർമ്മിച്ച ഗ്രൗണ്ട് ഇപ്പോൾ ഫൈവ്സ് കളിക്കാൻ മാത്രം വലിപ്പമുള്ളതായി ചുരുങ്ങിയെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. നിലവിലുണ്ടായിരുന്ന ഗ്രൗണ്ട് 1 കോടി രൂപ ചെലവിട്ടാണ് പുനർനിർമ്മാണം നടത്തിയത്. ഗ്രൗണ്ട് നവീകരണം കഴിഞ്ഞപ്പോൾ നിലം നിരപ്പിലായതെന്നും ഫ്ലഡ് ലൈറ്റുകൾ ഗ്രൗണ്ടിനുള്ളിലേക്ക് തള്ളി നിൽക്കുന്നതായും പ്രതിഷേധക്കാർ ആരോപിച്ചു. അശാസ്ത്രീയമായ രീതിയിലാണ് ഗ്രൗണ്ട് നവീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഗ്രൗണ്ടിനോട് ചേർന്ന് നിർമ്മിച്ച ശൗചാലയം ഇതുവരെ തുറന്നുകൊടുത്തിട്ടില്ല. വിവിധ ക്ലബ്ബ് പ്രതിനിധികളായ ടി.എ. ഷാഹിദ്, മിർഫാദ് മൊയ്തു, ജംഷാദ്, അനീസ്, സുഹാസ്, നാദിർ, ആദിൽ, യൂസഫ്, റാഫി എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ചിത്രകലാകാരന്മാരുടെ കൂട്ടായ്മയായ ചിത്രക്കൂട്ടിന്റെ 25ാമത് ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത മ്യൂറൽ ചിത്രകാരൻ സ്വസ്തികിന്റെ വസതിയിലും പരിസരത്തും വെച്ചാണ് കൂട്ടായ്മയുടെ 25ാമത് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ദിലീപ് സ്വസ്തികിന്റെ അധ്യക്ഷതയിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം മലയാള മനോരമ ഗുരുവായൂർ ലേഖകൻ വി.പി. ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ചലച്ചിത്ര താരം ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായി. ജെയ്സൺ ഗുരുവായൂർ, ജോൺസൺ നമ്പഴിക്കാട്, ഷീജ ജോസ്, സുബൈർ നമ്പഴിക്കാട്, ലത ഗുരുവായൂർ, ദിനുദാസ്, രണദേവ് മാധവൻ എന്നിവർ സംസാരിച്ചു. 20-ൽ പരം കലാകാരന്മാരും കലാകാരികളും ക്യാമ്പിൽ പങ്കെടുത്തു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ചെറുതുരുത്തി സെന്റ് ജോർജ് കുരിശുപള്ളിയുടെ കട്ടിളവെപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് നിർവഹിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, മറ്റു വൈദികർ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. പള്ളി ട്രസ്റ്റി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ, കുരിശുപള്ളി കമ്മിറ്റി രക്ഷാധികാരി C.I. ജോൺ, പ്രസിഡന്റ് ജാക്സൺ സി ജോബ്, വൈസ് പ്രസിഡന്റ് M.K. ഷാജൻ, സെക്രട്ടറി K.S. ജിജു, ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് കെ വിൽസൺ, ട്രഷറർ P.S. സാബു എന്നിവർ നേതൃത്വം നൽകി. അണ്ടത്തോട് പാപ്പാളി റിഫായി മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ദുആ മജ്ലിസും റിഫായി റാത്തിബും അന്നദാനത്തോടെ സമാപിച്ചു. നവംബർ 14-ന് പാപ്പാളി നൂറുദ്ദീൻ മദ്രസയിൽ നടത്തിയ അനുസ്മരണ ദുആ മജ്ലിസിന് ഡോക്ടർ സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി കുരിക്കുഴി തങ്ങൾ നേതൃത്വം നൽകി. 15-ന് പള്ളിയിൽ വെച്ച് നടത്തിയ റിഫായി റാത്തിബ് മജ്ലിസിന് മസ്ജിദ് ഇമാം ഫാരിസ് ഫൈസി നേതൃത്വം നൽകി. 16-ന് രാവിലെ മദ്രസയിൽ വെച്ച് നടത്തിയ അന്നദാനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ചെയർമാൻ അലിക്കുട്ടി പാലിയത്ത്, കൺവീനർ നൌഷാദ് തട്ടാറയിൽ, ട്രഷറർ M.L. അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോർക്കുളം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര രോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സീനിയർ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ C.P. രാവുണ്ണിക്കുട്ടി ഭദ്രദീപം തെളിയിച്ച് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ദേശീയ സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റും റിട്ടയർഡ് CBI പോലീസ് സൂപ്രണ്ടുമായ C.B. രാമദേവൻ സേവാ സന്ദേശം നൽകി. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ അധ്യക്ഷനായി. ക്യാമ്പ് കോർഡിനേറ്റർ T.R. മണികണ്ഠൻ പദ്ധതി വിശദീകരണം നടത്തി. പോർക്കുളം സേവാഭാരതി സെക്രട്ടറി മണിക്കുട്ടൻ, ആരോഗ്യം ആയാമം കൺവീനർ സുദേശ് M.A., സരസ്വതി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഫിസിയോതെറാപ്പിയിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ സ്നേഹ KS, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിൽ ഉന്നത വിജയം നേടിയ അനാമിക PC എന്നിവരെ ആദരിച്ചു. പോർക്കുളം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന രക്തദാതാക്കളുടെ ഡയറക്ടറിയിലേക്കുള്ള 2ാം ഘട്ട രജിസ്ട്രേഷന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. 100-ലധികം പേർ ക്യാമ്പിൽ പരിശോധന നടത്തി. തിമിര ശസ്ത്രക്രിയയ്ക്ക് ക്യാമ്പിൽ നിന്ന് തെരഞ്ഞെടുത്തവരുടെ ശസ്ത്രക്രിയ അടുത്ത വെള്ളിയാഴ്ച നടക്കും. നേത്രചികിത്സയ്ക്ക് പുറമെ സൗജന്യമായി ബ്ലഡ് ഷുഗർ, പ്രഷർ, സാച്ചുറേഷൻ പരിശോധനകളും കേന്ദ്രാവിഷ്കൃത ഇൻഷുറൻസ് സ്കീമുകളുടെ രജിസ്ട്രേഷനും നടന്നു. മണത്തല ശ്രീ നാഗയക്ഷി ദേശവിളക്കിന്റെ കാൽനാട്ടുകർമ്മം ക്ഷേത്ര മേൽശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ നിർവഹിച്ചു. വിളക്ക് കമ്മിറ്റി ഭാരവാഹികളായ ജനാർദ്ദനൻ, A.K. രാമചന്ദ്രൻ, K.V. നാരായണൻ, K.K. പ്രകാശൻ, K.V. വ്യാസൻ, K.V. വിനോദ്, സത്യൻ, K.K. രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നവംബർ 28-ന് വെള്ളിയാഴ്ചയാണ് ദേശവിളക്ക്. എരുമപ്പെട്ടി ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം ഓട്ടോറിക്ഷ ഇടിച്ച് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. പഴവൂർ സ്വദേശി മോഹനാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയാണ് അപകടം. പരിക്കേറ്റയാളെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം ദയാർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു.
രണ്ടാം തവണയും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കി കൊച്ചുമിടുക്കൻ ആദർശ്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ കലാനഗർ അരിയന്നൂരിൽ താമസിക്കുന്ന നാലുപുരയ്ക്കൽ നിതീഷ് ഈശ്വരി ദമ്പതികളുടെ മകനായ ആദർശാണ് രണ്ടാം തവണയും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. 1 മിനിറ്റ് 22 സെക്കൻഡിൽ 100 രാജ്യങ്ങളുടെ ദേശീയ മൃഗങ്ങളുടെ പേര് അതിവേഗതയിൽ പറഞ്ഞതിനാണ് ആദർശിനെ തേടി റെക്കോർഡ് വീണ്ടും എത്തിയത്. ചൂണ്ടൽ ഡീപോൾ ഇംഗ്ലീഷ് സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ് ഈ 5 വയസ്സുകാരൻ. 1.5 വയസ്സുള്ളപ്പോൾ തന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കലാം വേൾഡ് റെക്കോർഡും നേടിയിരുന്നു. വിവിധ പക്ഷികളെയും മൃഗങ്ങളെയും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടെ തിരിച്ചറിഞ്ഞാണ് ചെറുപ്രായത്തിൽ തന്നെ 2 റെക്കോർഡുകൾ നേടിയിരുന്നത്. Central African Republic, Sweden, Japan, Indonesia, New Zealand, Algeria, Myanmar, Luxembourg, Netherlands, Philippines, Chile, Lesotho, Botswana, Burkina Faso, Burundi, Barbuda, Gambia, Gabon, Grenada, Panama, Paraguay, Dominica, Timor-Leste, Tunisia, Tuvalu, Ukraine, Ivory Coast, Micronesia, Mongolia, Sri Lanka, Solomon Islands, San Marino. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 160ാമത് ശിലാസ്ഥാപന പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. പെരുന്നാൾ കൊടി ആശീർവദിച്ച ശേഷം വികാരി കൊടിയേറ്റം നടത്തി. മർത്തം മറിയം വനിതാ സമാജം ഒരുക്കിയ പെരുന്നാൾ പലഹാരം ആദ്യ വിൽപ്പന വികാരി നിർവഹിച്ചു. സെക്രട്ടറി ജെറീന ഏറ്റുവാങ്ങി. നവംബർ 20-21 വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ശിലാസ്ഥാപന പെരുന്നാൾ ആഘോഷം നടക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാപ്രാർത്ഥന, തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം, ആശീർവാദം എന്നിവ ഉണ്ടാകും. രാത്രി 9 തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ അകമ്പടിയോടെ കേരളത്തിലെ പേരുകേട്ട വാദ്യകലാകാരന്മാരെ അണിനിരത്തി പ്രാദേശിക പെരുന്നാളാഘോഷങ്ങൾ ആരംഭിച്ച് പുലർച്ചെ പള്ളിയിൽ സമാപിക്കും. വെള്ളിയാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്കു ശേഷം വിശുദ്ധ കുർബാനയും നടക്കും. ഉച്ചയ്ക്ക് 12:30 പകൽ പെരുന്നാൾ ആരംഭിച്ച് വൈകിട്ട് 5 പള്ളിയിൽ സമാപിക്കും. തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം, പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിക്കും. പെരുന്നാൾ കൊടിയേറ്റത്തിന് വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. AD 1865 പരിശുദ്ധ അന്ത്യോഖ്യ സിംഹാസന പ്രതിനിധിയായ യൂയാക്കിം മോർ കുർലോസ് ബാവയാണ് മോർ പത്രോസ്, മോർ പൗലോസ് സ്ലീഹമാരുടെ നാമധേയത്തിൽ പള്ളി സ്ഥാപിച്ചത്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന പെരുന്നാളാഘോഷം CCTV സിനിമാ ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ചാലിശ്ശേരിയിലെ വലിയ പെരുന്നാളായ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി ശിലാസ്ഥാപന പെരുന്നാളിന്റെ സുഗമമായ നടത്തിപ്പിനായി ചാലിശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ പള്ളിയിൽ സംയുക്ത ആഘോഷ കമ്മിറ്റികളുടെ യോഗം ചേർന്നു. പോലീസ് സബ് ഇൻസ്പെക്ടർ N. ജ്യോതിപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. കമ്മിറ്റിക്കാർക്ക് പെരുന്നാൾ നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി. ആന പരിപാലന ചട്ടം, സമയക്രമം എന്നീ യോഗ തീരുമാനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് SI പറഞ്ഞു. പോലീസിന്റെ സാന്നിധ്യത്തിൽ 9ഓളം പ്രാദേശിക കമ്മിറ്റിക്കാർ പകൽ സമയത്ത് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സമയക്രമം നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു. നവംബർ 20-21 വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയായി നടക്കുന്ന വലിയ പെരുന്നാൾ ആഘോഷം. പ്രാദേശിക പെരുന്നാൾ കമ്മിറ്റികൾക്കുള്ള ദേശങ്ങളിൽ ഉയർത്താനുള്ള ആശീർവദിച്ച പെരുന്നാൾ കൊടികൾ വികാരി കമ്മിറ്റിക്കാർക്ക് നൽകി. യോഗത്തിൽ വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ അധ്യക്ഷനായി. CPO K. റഫീഖ്, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ സംസാരിച്ചു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് മുന്നോടിയായി ആഘോഷ കമ്മിറ്റി ഓഫീസ് തുറന്നു. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ ഓഫീസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആദ്യ സംഭാവന ജനറൽ കൺവീനർ സോണി തോമസിൽ നിന്നും ആദ്യ പ്രസിഡന്റ് സിബിൽ ജോസ് തരകനിൽ നിന്നും വികാരി സ്വീകരിച്ചു. പബ്ലിസിറ്റി കമ്മിറ്റിയും SL മീഡിയയും സംയുക്തമായി ഒരുക്കിയ തിരുനാൾ ലോഗോ പ്രകാശനം ചെയ്തു. 2026 ജനുവരി 1, 2, 3, 4 തീയതികളിലാണ് സംയുക്ത തിരുനാൾ. ചടങ്ങുകൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, കൈക്കാരന്മാരായ സോണി തോമസ്, അലക്സ് ചീരൻ, ജോസി ചുങ്കത്ത്, മനീഷ് സുരേഷ്, കൺവീനർമാരായ സിസ്റ്റർ അൽഫോൺസ, ബോബി തോമസ്, ജസ്റ്റിൻ പനക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ സെന്റ് ജോസഫ് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ 38ാം വാർഷികത്തോടനുബന്ധിച്ച് നവംബർ 26 മുതൽ 30 വരെ നടക്കുന്ന പാവറട്ടി തീരദേശ ബൈബിൾ കൺവെൻഷന് തുടക്കമായി. കൊടിമര കാൽനാട്ടൽ കർമ്മം ഇടവക വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, ട്രസ്റ്റിമാരായ KA ജോസൻ, VD ജെയ്സൺ, OT ലിയോ, ബാബു കുറ്റിക്കാട്ട് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സംസ്കാരത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള സംവാദം ശ്രേഷ്ഠകരമെന്ന് ഗവർണർ RV ആർലേക്കർ. കടവല്ലൂർ അന്യോന്യം ഗവർണർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണം തുടരുന്നു. മുന്നണികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക്. സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും തർക്കമുള്ളയിടത്ത് പ്രഖ്യാപനം വൈകുന്നു. ചൂണ്ടൽ, കണ്ടാണശ്ശേരി, കടങ്ങോട് പഞ്ചായത്തുകളിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കുന്നംകുളം നഗരസഭയിലെ ഇടത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം തിങ്കളാഴ്ച. ഗുരുഭവനപുരിയെ സംഗീത സാന്ദ്രമാക്കി 15 ദിവസം നീണ്ടു നിൽക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശ്ശീല ഉയർന്നു. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.